മക്കളെ, വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ. ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറി വെച്ച് നോക്കിയാലോ? അല്ലേ വേണ്ട, നമുക്കൊരു ബീഫ് ചുക്ക ആയാലോ? ഞാൻ അധികം സംസാരിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഷിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അല്ല, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കടലെണ്ണയോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയിൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരല്പം പെരിഞ്ചീരകം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സവോള അതിൻ്റെ ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് വറുക്കാനായിട്ട് എടുക്കണം. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചതും അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരല്പം പെപ്പർ. അപ്പോൾ പെപ്പർ വന്നിട്ട് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് മസാലയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു ലൈറ്റായിട്ട് സോഫ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലോണം ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ വെച്ച് മൂടി 8 വിസിൽ വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് മൂക്കാത്ത ഇറച്ചിയാണെങ്കിൽ നമുക്ക് 8 വിസിലിന് ആവശ്യമില്ല, ഒരു 4-5 വിസിലാകുമ്പോൾ തന്നെ അത് നല്ലോണം വെന്ത് കിട്ടും. പക്ഷേ കുറച്ച് മൂത്തതാണെങ്കിൽ 8-10 വിസിൽ വേണ്ടി വരും ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഐറ്റം തന്നെ തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് കറിക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തത്ര തേങ്ങ എടുത്താലും കുഴപ്പമില്ല. അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കുറച്ച് സബോള നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ, അത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൊത്തും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇത് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് ബീഫ് കറി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റേജിൽ ഒരല്പം കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. പക്ഷേ നമ്മളിവിടെ ചുക്ക ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ നിന്നൊക്കെ നല്ലോണം എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഞാൻ കുറച്ച് ഗ്രേവി പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, പറയാൻ പറ്റില്ല. വീട് ഫുള്ള് ബീഫിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പുതിയ വീഡിയോസായി വരുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.